ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അവൾ ഒരു ദിവസം ഒരു ടോപ്പ് തയ്ക്കാൻ കൊടുത്തു. തയ്ച്ചു വന്നപ്പോഴത്തേക്ക് ടോപ്പിന് ഇറക്കൂല. ഈ കുഞ്ഞു പിള്ളേരെ കുടുപ്പൊക്കെ ഇട്ടിട്ടിരിക്കില്ലേ, അതുപോലെയാണ് ആ ടോപ്പ് ഇടുമ്പോ. പക്ഷെ അവള് ബുദ്ധിക്കളി കളിച്ചിട്ടാ. അവള് നേരെ അത് ട്വിസ്റ്റ് ചെയ്ത് ആദ്യം നല്ല ഇറക്കമുള്ളൊരു ടീഷർട്ട് എടുത്തിട്ട് എന്നിട്ട് അതിന്റെ മേളിൽ ആ ടോപ്പ് എടുത്തിട്ട് ഇപ്പൊ അത് ഫാഷനാ. ടീഷർട്ടൊക്കെ ടോപ്പ് സൂപ്പർ. ഇവരുമാര് മറ്റേ കല്യാണ വീട്ടിലൊക്കെ മറ്റേ മിന്നി മിന്നി കത്തുന്ന മാല ബൾബില്ലേ, അതേപോലെ ഇരിക്കണ ശരി. ഒന്ന് പോടാ. ஐயோ എന്തൊരു ശരിയാ പിള്ളാരെ. ஐயோ அம்மா நீங்க கேளுங்க, இவங்க காமெடியா சொல்லிட்டு இருக்காங்க. അയ്യോ ഇവര് രണ്ടുപേരും കോമഡി പീസ് ഇല്ലയോ. ഇച്ചിരി ചമ്മന്തി ഒഴിച്ചേ. അമ്മമ്മ അത് വേണ്ട കേട്ടാ. അല്ല എന്ത് തമാശയാ പറഞ്ഞത്. அம்மா அது நான் சொல்லி தரேன் அம்மா. വേണ്ട കനകാന്റി, കനകാന്റി ആ തമാശ തമിഴ് പറഞ്ഞല്ലേ, അത് മരിച്ചു. அப்படின்னா நீயே சொல்லு. ഞാൻ തന്നെ പറയാം. അമ്മൂമ്മോ, അതായത് എൻ്റെ ഒരു ഫ്രണ്ട്, അവൻ്റെ ചേട്ടൻ, പുള്ളിക്കാരൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ ഒരു പാൻറ് തയ്ക്കാൻ കൊടുത്തായിരുന്നു. അപ്പോൾ ആ പുള്ളിക്ക് എന്തൊക്കെയോ അസുഖമൊക്കെ ആയിട്ട് ആ പാൻറ് തയ്ച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അത് എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ ദിവസം രാവിലെയാണ് പാൻറ് കൈ കിട്ടണത്. പാൻറ് കൈ കിട്ടിയപ്പോഴോ അയ്യോ പാൻറ് താണ്ട് ഇവിടെ വരെ ഉള്ളു, മുട്ട് വരെ ഉള്ളു പാൻറ്. ഇതിനകത്ത് ഇപ്പൊ എന്തോ ഇത്ര തമാശ. അല്ല, മുട്ട് വരെ നിങ്ങളുള്ള പാൻറ്. അത് വേറെ പാൻറ് കിട്ടോണ്ട് പോയാ പോരെ. രണ്ടുപേരും കൂടെ എന്തെങ്കിലും വായി തോന്നിയതൊക്കെ ഇരുന്ന് വിളിച്ചു പറയും. അത് കേട്ട് ചിരിക്കാനൊരു കനവും. എന്താ അമ്മൂമ്മ അങ്ങനെ പറഞ്ഞേ? ഞങ്ങൾ പറയുന്ന നല്ല തമാശ കേട്ടിട്ടാണ് ആന്റി ചിരിക്കുന്നത്, അല്ല ആന്റി? ஆமா. എന്ത് തമാശ? കനകം എന്ത് കേട്ടാലും ചിരിക്കും. അതിന് തമാശ തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഒന്ന് വഴക്ക് പറഞ്ഞു നോക്ക്, അന്നേരം നിന്ന് ചിരിച്ചോണ്ടിരിക്കും. அம்மா കനകാന്റെ സംഭവം വേറൊന്നുമല്ല. എന്താണെന്ന് വെച്ചാല് അമ്മൂമ്മക്ക് ഇങ്ങനത്തെ കോമഡി ഒന്നും കേട്ടാൽ പിടിക്കൂല. ഈ ഇന്റലക്ച്വൽ തമാശകൾ കേട്ടാലേ അമ്മൂമ്മ ചിരിക്കുള്ളൂ. അമ്മൂമ്മേ, ഈ തമാശ എന്നൊക്കെ പറയുന്നതേ ഒരു നിമിഷ നേരം കൊണ്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ചിരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ സമയത്ത് അത് കേൾക്കുന്ന ആൾക്കാരുടെ മൂഡ് പോലെ ഇരിക്കും. ഇമ്മാതിരി ചളി കേട്ട് ചിരിക്കാനേ കനകം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മയെ ചിരിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ല തമാശ പറയണം. നല്ല തമാശ പറഞ്ഞ അമ്മൂമ്മ ചിരിക്കൂ? ഉറപ്പായിട്ടും ചിരിക്കും. അങ്ങനെയാണെങ്കിൽ അമ്മൂമ്മനെ ചിരിപ്പിച്ച അമ്മൂമ്മ ഞങ്ങൾക്ക് എന്ത് തരും? ആദ്യം ചിരിപ്പിക്കേ. അത് പറ്റില്ലല്ലോ, നമ്മളൊരു ബെറ്റ് വെക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അങ്ങനെ എന്നെ ചിരിപ്പിക്കുവാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് ഒരു ബിരിയാണി, അല്ല 2 ബിരിയാണി മേടിച്ചു തരാം. 2 ബിരിയാണി. ചിക്കൻ ബിരിയാണി ഉറപ്പാണ്? ഉറപ്പ്. എന്നെ ചിരിപ്പിക്കുന്നവർക്ക് ഇന്ന് ഞാൻ 2 ബിരിയാണി മേടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ബിരിയാണി ലച്ചുവിനുള്ളതാ. നോക്കിയിരിക്കും. ആ 2 ചിക്കൻ ബിരിയാണി കേസിനുള്ളതാണ്. ഞാൻ ആ കാല് കടിച്ച് പറിക്കും. ഞാൻ നിന്റെ ചളിയുള്ള കോമഡി ഒക്കെ കേട്ട് ഒരു അമ്മൂമ്മ ചിരിക്കാൻ പോവല്ലേ. ഇത്ര നേരം എന്റെ ചളിയുള്ള ആ കോമഡി കേട്ടിട്ടാണല്ലോ കൊക്കൊക്കെ ചിരിച്ചോണ്ടിരുന്നത്. നമുക്ക് കാണാം. പറയണ മേഡത്തിന്റെ കോമഡി മറ്റേ മലങ്കാട്ട് സാധനമായിട്ട്. നിർത്ത്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അങ്ങനെ ചിരിച്ചില്ലെങ്കിൽ 4 മസാല ദോശ എനിക്ക് വാങ്ങിച്ചു തരാം. ചിരിച്ചില്ലെങ്കിലല്ലേ? അതെ, ചിരിപ്പിക്കാതെ എനിക്കറിയാലോ. എനിക്കറിയാം. എനിക്കും ഞാൻ ചിരിപ്പിച്ചിരിക്കാം അമ്മൂമ്മ. ഇപ്പൊ തന്നെ ചിരിപ്പിച്ച് കാണിച്ചു തരാം അമ്മൂമ്മ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.